ഛത്തീസ്ഗഡിൽ റോപ്പ് വേ തകർന്ന് ഒരാൾ മരിച്ചു. കല്ലരിമാതാ ക്ഷേത്രത്തിലെ റോപ്പ് വേയാണ് തകർന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റു. അർജുൻ പീതാംബരൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അർജുൻ, എപ്പോൾ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ആരാണ്? തീർത്ഥാടകനാണോ മരിച്ചത്? അമൃത, തീർത്ഥാടകരാണ് മരിച്ചത്. ഇന്ന് രാവിലെയാണ് ഛത്തീസ്ഗഡിലെ മഹാഗുണ്ട് ജില്ലയിൽ ഈ പറയുന്ന കല്ലരിമാതാ ക്ഷേത്രത്തിന്റെ സമീപത്തുള്ള റോപ്പ് വേ തകർന്നത്. ഈ റോപ്പ് വേ ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടകരെ കൊണ്ടുപോകാനും തിരിച്ചിറക്കാനും വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതായത് ഏകദേശം 1100 അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രമുള്ളത്. അവിടേക്ക് എത്താൻ വേണ്ടി തീർത്ഥാടകരെല്ലാം തന്നെ സാധാരണയായി ഉപയോഗിക്കുന്ന ഈ റോപ്പ് വേയും അതല്ലെങ്കിൽ പിന്നെ 900 സ്റ്റെപ്പുകൾ കയറി വേണം ഈ ക്ഷേത്രത്തിലേക്ക് എത്താനായിട്ട്. പക്ഷേ എന്തായാലും നിരവധി റോപ്പ് വേ കേബിളിലൂടെ 3-ലധികം റോപ്പ് വേ അവിടെ സർവീസ് നടത്തുന്നുണ്ട്. അത് ഒരു റോപ്പ് വേ ആണ് ഇന്ന് രാവിലെയോടെ തകർന്നത്. ഈ അപകടം നടക്കുന്ന സമയത്ത് അതിൽ റോപ്പ് വേ ജീവനക്കാരനുൾപ്പെടെ ഓപ്പറേറ്റർ ഉൾപ്പെടെ 8 പേരുണ്ടായിരുന്നു. അതിലെന്തായാലും ഒരു വനിത കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. 28 വയസ്സുള്ള റായ്പൂർ സ്വദേശിനിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ബാക്കി 7 പേർക്ക്, ഈ ഓപ്പറേറ്റർ ഉൾപ്പെടെ 7 പേർക്കാണ് പരിക്കുള്ളത്. 7 പേരെയും ഇപ്പോൾ ചികിത്സ നൽകാനായി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഈ മഹാഗുണ്ടിലെ ജില്ലാ മജിസ്ട്രേറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ അപകട സമയത്ത് അതുവഴി ഓപ്പറേറ്റ് ചെയ്യുകയായിരുന്ന മറ്റ് റോപ്പ് വേകളും പെട്ടെന്ന് തന്നെ സുരക്ഷിത സ്ഥലത്തേക്ക് കൊണ്ടുവന്നു, അതായത് ബേസിലേക്ക് കൊണ്ടുവന്ന് അതിലെ യാത്രക്കാരെ എല്ലാം സുരക്ഷിതമായി പുറത്തേക്ക് ഇറക്കി. അവർക്കൊന്നും തന്നെ മറ്റു പ്രശ്നങ്ങളില്ല. ഈ റോപ്പ് വേ ക്ഷേത്രത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന സമയത്താണ് അപകടം ഉണ്ടായത്. 1100 അടി ഉയരത്തിലുള്ള ക്ഷേത്രത്തിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഏകദേശം 300 അടി ഉയരത്തിൽ വെച്ചിട്ടാണ് ആ കേബിള് പൊട്ടുന്നതും അതുപോലെ തന്നെ ആ ഒരു റോപ്പ് വേ മാത്രമായി താഴേക്ക് വീഴുകയും ചെയ്തു. ആ ഒരു കാർ മാത്രമായി താഴേക്ക് വീഴുകയും ചെയ്ത് അങ്ങനെയാണ് ഈ അപകടം ഉണ്ടാകുന്നതും അതിനകത്തുണ്ടായിരുന്ന ഒരു വനിതയ്ക്ക് മരണം സംഭവിക്കുകയും ചെയ്തത്. അമൃത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.